കേരള സർവകലാശാല VC രജിസ്ട്രാർ തർക്കവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തന്റെ ജോലി തടസ്സപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജിയാണ് പരിഗണിക്കുക. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. VCക്കും രജിസ്ട്രാർക്കും വാശിയാണെന്നും കോടതിയുടെ വിമർശനവും ഉണ്ടായിരുന്നു. അമൽ സുരേന്ദ്രനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. എലിയും പൂച്ചയും കളിക്കുകയാണോ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. ഇത് മാത്രമല്ല, VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി, ആ നടപടിയിൽ നിന്നാണ് ഈ കാണുന്ന കോലാഹലങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം രജിസ്ട്രാർ നൽകിയ ഈ ഹർജി പരിഗണിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അസ്മിത, കഴിഞ്ഞ ദിവസവും ഹൈക്കോടതി ഈ ഒരു ഹർജി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ചാണ് ഈ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ടത് VCക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല, അത് ഉള്ളത് സിൻഡിക്കേറ്റിനും ചില അടിയന്തര ഘട്ടങ്ങളിൽ അക്കാഡമിക് കൗൺസിലിനും മാത്രമാണ്. അപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി അതൊരു വാക്കാൽ ഒരു നിയമപരമായൊരു നടപടി അല്ല എന്ന ഒരു പരാമർശമാണ്, നിരീക്ഷണമാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ജൂലൈ 2-ാം തീയതിയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള VCയുടെ ഉത്തരവ് വരുന്നതും ഇതേ തുടർന്ന് KS അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യവും ഉണ്ടായത്. അതിനുശേഷമുണ്ടായ പല രാഷ്ട്രീയ കോലാഹലങ്ങളും നമുക്കറിയാവുന്നതാണ്. ഈ കേരള സർവകലാശാലയുടെ ഓഡിറ്റോറിയത്തിൽ ഗവർണറുടെ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചു എന്നതടക്കം തുടങ്ങിയ ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ തുടർന്ന് ഈ ഒരു പരിപാടിക്കുള്ള അനുമതി രജിസ്ട്രാർ റദ്ദാക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി VCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതേ തുടർന്ന് രണ്ട് ചേരികളിലായി VCക്കും രജിസ്ട്രാർക്കും വേണ്ടി രാഷ്ട്രീയപരമായിട്ടുള്ള പല മുറവിളികളും ഉണ്ടായതും നമ്മൾ കണ്ടതാണ്. ഏതായാലും കേരള സർവകലാശാല മോഹനൻ കുന്നുമേലിന്റെയും രജിസ്ട്രാറുടെയും തമ്മിലുള്ള പിടിവാശി അത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പോലും എത്തിയിരിക്കുകയാണ്. രജിസ്ട്രാർക്കും VCക്കും പരസ്പരം വാശിയാണ് എന്നൊരു കാര്യമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് VC രജിസ്ട്രാർക്ക് ഫയലുകൾ നൽകരുത് എന്ന് സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരോട് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രജിസ്ട്രാർക്ക് സഞ്ചരിക്കുവാനുള്ള വാഹനം വിട്ടു നൽകരുത് തുടങ്ങിയ തരത്തിലെല്ലാം VCയുടെ ഭാഗത്ത് നിന്ന് പരാമർശങ്ങൾ ഔദ്യോഗികമായി തന്നെ ഉണ്ടായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ ഒരു ഹർജി വീണ്ടും പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കുമോ എന്നത് തന്നെയാണ് ഇനി ഉറ്റുനോക്കുവാനുള്ളത്. സ്മിത. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.